ഹായ് ഹലോ നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ യാത്ര ഗായത്രി റൈസ് മില്ലിലേക്കാണ്. പാലക്കാട് വളരെ ഫേമസ് ആയിട്ടുള്ള ഗായത്രി റൈസ് മില്ലിൻ്റെ ഉള്ളിൽ നമുക്ക് പോവാം. ഏതൊക്കെ രീതിയിലുള്ള അരിയാണ് അവർ ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം. പാലക്കാടൻ മട്ട എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ജനറേഷന് ഇതൊക്കെ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ എത്തുന്നത് പാക്കറ്റിൽ എന്ന് കാണിക്കാനുള്ള ആ ഒരു എളിയ ശ്രമമാണ്. ഹരിയേട്ടനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ ഇത് ചെയ്യാൻ അനുവദിച്ചതിന്. അപ്പോൾ വരൂ നമുക്ക് ഉള്ളിലേക്ക് പോവാം. ഇപ്പോൾ ഇവിടെ ഇത്ര വെറൈറ്റി വെച്ചിട്ടുണ്ട്. എത്ര വെറൈറ്റി ഉണ്ട് നിങ്ങളുടെ അടുത്ത്? മട്ട 4 ടൈപ്പ് ഉണ്ട്. മട്ട 4 ടൈപ്പ്, അതല്ലാതെ മട്ട 4 ടൈപ്പ് പറഞ്ഞാൽ ഒന്ന് അൺപോളിഷ്ഡ് ആണ്, തവിടുള്ള അരിയാണ്. തവിടുള്ള അടാട്ട് മട്ട പോലത്തെ ഈ തൊണ്ടി മട്ട എന്നൊക്കെ പറയുന്നത് അതല്ലേ. ഓക്കെ. പിന്നെ ഇത് ജ്യോതി മട്ട പറയും. ഇത് എന്താണ് അതിനും? ഈ മട്ട ഇത് ലോങ് ഗ്രെയിൻ ആണ്. ലോങ് ഗ്രെയിൻ. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് ഷോർട്ട് ഗ്രെയിൻ ആണ്. ഷോർട്ട് ഗ്രെയിൻ. പാലക്കാടൻ മട്ട പറയും. ഇത് പാലക്കാടൻ മട്ട. അത് സിംഗിൾ ബോയിൽഡ് ആണ്, ഒറ്റപ്പുഴുക്കുള്ള മുട്ടയാണ്. ഒറ്റപ്പുഴുക്കുള്ള മട്ട. ഇതാണ് ഫുൾ ഹസ്ക് ഉള്ളത് അല്ലേ? അല്ല, ഇതിൽ തവിടുണ്ടാവില്ല. ഇത് ഇത് പച്ചരി ഇഡ്ലി അരി. ഇത് ജയ പറയും. ജയ കുറുവ ടൈപ്പ് AST ആണ്. കുറുവ ടൈപ്പ്. 5 ടൈപ്പ് പൊന്നി റൈസ് ആണ്. 5 ടൈപ്പ് പൊന്നി റൈസ്. വാവ്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വലിയ ലോറിയിൽ ഫുൾ ലോഡായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും, അതായത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും വന്നു ചേരുന്ന നെല്ലാണ് കാണുന്നത്. നെല്ല് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വന്ന് ആ ഒരു അൺലോഡ് ചെയ്ത് അവർ അവിടുന്നാണ് തുടങ്ങുന്നത് ഈ ഒരു പ്രോസസ്സ്. ഇങ്ങനെ ലോറികളായിട്ട് ഇങ്ങനെ ചാക്ക് കണക്കിന് ഇങ്ങനെ നെല്ല് വന്ന് ഇറങ്ങുകയാണ് കേട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള അവരുടെ മെഷീനും എക്യൂപ്മെൻറ്റ്സും എല്ലാം നമ്മൾ കാണും. മുകളിൽ പോയിട്ട് ഓരോന്നായിട്ട് നമുക്ക് കാണും. ഞാൻ ജസ്റ്റ് എൻട്രൻസ് ഒന്ന് എടുത്തു എന്ന് മാത്രം. നമ്മുടെ പാലക്കാടൻ സോട്ടെക്സ് മട്ട എങ്ങനെയാണ് എല്ലാം നമുക്ക് കാണാട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് പാഡി ഗോഡൗൺ, അതായത് ഇവിടെയാണ് നെല്ല് വന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോർ ആവുന്നത്. എല്ലാവിടുന്നും കളക്ട് ചെയ്യുന്ന നെല്ല് ഇവിടെ വന്നിട്ട് നമുക്ക് അവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ വെക്കും. ഇനി ഇവിടുന്ന് അങ്ങടാണ് ഓരോന്നായിട്ട് വേർതിരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു നെല്ല് ഇവിടുന്ന് കളക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് പോണത് എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ഒരു നെല്ലിൻ്റെ പ്രോസസ്സിന് ഫസ്റ്റ് അവർ ചെയ്യുന്നത് ആ പുഴുങ്ങാനുള്ള വെള്ളവും ആ സ്റ്റീം പ്രിപ്പറേഷൻ എന്നുള്ളതാണ്. പുഴുങ്ങാനുള്ള വെള്ളം അടക്കം അവർ അത്രയ്ക്കും ഫിൽട്ടർ ചെയ്ത് 90 ഡിഗ്രിയിലേക്കൊക്കെ എത്തിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യാനുള്ള പ്രോസസ്സിൽ ഉമി കൊണ്ടാണ് അവരത് കത്തിക്കുന്നത്. അപ്പോൾ ആ ഉമിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ആ ഉമിയുടെ ഇത് അതിൽ കൂടെ വന്ന് വീണിട്ട് അവിടുന്ന് അത് ഡയറക്റ്റായിട്ട് ഈ ഒരു ബ്രോയിലറിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോയിട്ട് ആ വെള്ളം അടക്കം നമുക്ക്, അതായത് നെല്ല് വേവിക്കുന്ന വെള്ളം അടക്കം വളരെ ഫിൽട്ടേർഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. ഇത് അവരുടെ ആ ചിമ്നിയാണ്, ആ പുക പോകുന്നത്. ഇനി നമ്മൾ കാണുന്നത് ആ കൊണ്ടുവന്ന നെല്ലുകളുണ്ടല്ലോ, ആ ഗോഡൗണിൻ്റെ വേറൊരു ഭാഗമാണ്. അവിടുന്ന് നെല്ല് കംപ്ലീറ്റ് ആയിട്ട് സക്ക് ചെയ്തിട്ട് ആ പൈപ്പ് വഴി കറക്റ്റായിട്ട് ഉള്ളിലേക്ക് പോകും. ഉള്ളിലേക്ക് പോയിട്ട് ആ പൈപ്പ് വഴി പോകുന്ന നെല്ലുകൾ പുഴുങ്ങാനാണ് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം പണ്ട് കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് മാനുവൽ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് എല്ലാം മെഷീനാണ്. ആ പുഴുങ്ങാൻ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് നെല്ലിൻ്റെ അഴുക്ക് ആദ്യം അവർ വേർതിരിച്ചെടുക്കും. ഓക്കെ. അപ്പോൾ നെല്ലിൻ്റെ അതിൽ വരുന്ന പല അഴുക്കുകളുണ്ടല്ലോ, അത് സെപ്പറേറ്റ് ചെയ്യുന്ന മെഷീനാണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ആ വെള്ളം ചൂടോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബോയിലേഴ്സാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും മുകളിലേക്ക്, ഇത്രയും നമ്മൾ മുകളിലേക്ക് കയറിയിട്ടാണ് കേട്ടുള്ളൂ കാണുന്നത്. ഈ മുകളിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ചെമ്പുകൾ, അവിടെ മെഷീൻസാണ് കാണാൻ വലിയ പാത്രങ്ങൾ പോലെ തോന്നിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നെല്ല് വെച്ചിരിക്കുകയാണ്. 10 മണിക്കൂർ കുതിർക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തോട് മുഴുവൻ മുകളിലേക്ക് പൊന്തി വരും. ആ തോട് പൊന്തി വരുന്നതിനെ ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സാണിത്. ക്ലിയർ ചെയ്ത് അവരതിനെ മാറ്റിയിടും. എന്നിട്ട് ഈ വെന്ത് പുഴുങ്ങിയ നെല്ല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രോസസ്സ് നേരെ താഴ്ത്തിക്കാണ് പോണത്. അപ്പോൾ മുകളിൽ ഇങ്ങനെ സംഭവം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിൽക്കുന്നത് ഏറ്റവും മുകളിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന സംഭവമാണിത്. അപ്പോൾ ഏകദേശം നെല്ല് പുഴുങ്ങി എല്ലാം ഓക്കെ. ഇനി നെല്ലിന്ന് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ സെപ്പറേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നെല്ലിന്ന് കല്ല്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോസസ്സാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതിനെ
നല്ല പോലെ പോളിഷ് ചെയ്യാനുള്ള രീതിയിൽ തൊണ്ട് കളയുകയാണ്. അതായത് നെല്ലിന്ന് അരി വേർതിരിച്ച് എടുക്കുകയാണ്. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് വേർതിരിച്ച നെല്ലും തൊണ്ടും ഉണ്ടല്ലോ, അതൊന്ന് ചലിച്ചെടുക്കണമല്ലോ. ആ ചലിക്കുന്ന മെഷീനാണ് നിങ്ങൾ ഈ കാണിക്കണം. ചല്ലട പോലെ ചലിക്കുന്ന മെഷീനാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്ന സമയത്ത് നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇങ്ങനെ വലിയ റൈസ് മില്ലുകളൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമല്ലേ. ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ. പാക്കറ്റിൽ വെറുതെ നമ്മൾ വാങ്ങിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് പോളിഷ്. ഓക്കെ, അരിയുടെ ഫസ്റ്റ് പോളിഷ് നടക്കുന്ന സംഭവമാണിത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോണതാണ് സെക്കൻഡ് പോളിഷ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ 4 പോളിഷ് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക് അരി വരുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് പോളിഷ് കഴിഞ്ഞു. സെക്കൻഡ് പോളിഷ് കഴിയുന്നതോട് കൂടിയിട്ട് അവർ ചെയ്യുന്ന വേറൊരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ പൊടിയരി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന പൊടിയരി വേറൊരു നമുക്ക് കിട്ടുന്ന പൊടിയരികളുണ്ടല്ലോ, അത് വേറൊരു രീതിയിൽ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പൊടിയരിക്ക് വേണ്ടത് പൊടിയരി നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ ചലിച്ച പോലെ കാണുന്നതാണ് പൊടിയരി. ഓക്കെ, അപ്പോൾ ഞാൻ കയ്യിൽ വാങ്ങിച്ച് നോക്കിയപ്പോൾ ശരിക്കും അത് ഒന്നാമത്തെ കാര്യം, അവിടുത്തെ മണം എനിക്ക് ഏറ്റവും ഇഷ്ടം. നെല്ല് പുഴുങ്ങിയതും അരി പുഴുങ്ങിയ മണം എന്ന് പറയുന്നത് സൂപ്പറാണ്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ അത്രയും എൻജോയ് ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. ഇതാണ് ഫൈനലായിട്ട്, അതായത് കംപ്ലീറ്റ് പോളിഷൻ കഴിഞ്ഞിട്ട് വരുന്ന അരി എന്ന് പറയണത്. അത് തൊടാനും ഫീൽ ചെയ്യാനും തന്നെ വളരെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു എൻ്റെ പൊന്നു മക്കളെ, പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനിയാണ് നമ്മൾ പോകുന്നത്, പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ സോട്ടെക്സ് റൈസ്. എന്താണ് ഈ സോട്ടെക്സ് റൈസ്? ഇതാണ് അതിൻ്റെ മെഷീൻ. സോട്ടെക്സ് റൈസ് എന്ന് പറയുന്നത് ഇതുപോലെ ക്ലിയർ ആയിട്ട് വരും. അതായത് കംപ്ലീറ്റ് കറുപ്പും എല്ലാം മാറ്റി അരിച്ച് ചലിച്ച് സോർട്ട് ചെയ്തിട്ട് വരുന്ന റൈസാണ് സോട്ടെക്സ് റൈസ്. സോ ആദ്യത്തെ ഇത് കണ്ടാൽ അറിയാം നിങ്ങൾക്ക് കറുപ്പ്, അത് കഴിഞ്ഞ് ഓരോ സെഗ്മെൻറ്റിലൂടെ പോയി 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 അരി അങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്ന പ്രോസസ്സാണ് ഈ സോട്ടെക്സ് റൈസ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അവിടുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഇവരുടെ കംപ്ലീറ്റ് താഴത്തേക്കുള്ള ഗോഡൗണിലേക്ക് അത് പോവുകയാണ് ഫോർ ഫൈനൽ പാക്കിംഗ്. പലതരം അരി നമ്മൾ അവിടെ കണ്ടുവല്ലോ, 8 തരത്തോളം അരി അവിടെയുണ്ട്. പലതരം അരി ഇതേ പ്രോസസ്സിലൂടെ പോയിട്ടാണ് അവിടെ പാക്കിംഗ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് പാക്കിംഗ് ഡിവിഷൻ. പാക്കിംഗ് ഡിവിഷനിൽ ഈ മെഷീനിലാണ് അവർ ആദ്യം വെക്കുന്നത്. 50 കിലോൻ്റെ ചാക്കാണ് അവർ വെക്കുക. അപ്പോൾ 50 കിലോൻ്റെ അരി അതിലേക്ക് കറക്റ്റായിട്ട് വന്ന് വീഴും. ആ വീണ പ്രോസസ്സ് കഴിയുന്നതോട് കൂടിയിട്ട് അതിനെ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെഷീൻ നേരെ കൊണ്ടുപോകുന്നത് അതായത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു മെഷീനിലേക്കാണ് കൊണ്ടുപോകുന്നത്. സോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഗോഡൗണിലേക്ക് സ്റ്റോക്ക് സ്റ്റോർ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് അവരുടെ പ്രോസസ്സ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിയണം, കാണണം, ഇന്നത്തെ ജനറേഷൻ കുട്ടികൾ അത് കാണണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പാലക്കാടുള്ള ഏറ്റവും ഫേമസ് ആണ് ഗായത്രി മില്ല് എന്ന് പറയുന്നത്. അവിടുന്ന് പെർമിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാനും അറ്റംപ്റ്റ് ചെയ്തു. ഞാൻ പോയി പിടിച്ച് അവരുടെ കൂടെ തന്നെ നിന്ന് പാക്ക് ചെയ്യാനുള്ള ഇത് ഞാനും കൂടെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കി. അതിനൊരു ചെറിയ പ്രോസസ്സ് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കണം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അത് കണ്ടിട്ട്. അപ്പോൾ ഞാൻ തന്നെ സ്വയം ചെയ്യാം എന്ന് പറഞ്ഞ സമയത്ത് എന്തായെന്ന് വെച്ചാൽ ആ ലോക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒന്ന് തട്ടി. അപ്പോൾ അത് ലോക്കായിപ്പോയി. മുകളിലേക്ക് കയറ്റി വെക്കണതിന് മുമ്പ് തന്നെ അത് ലോക്ക് ചെയ്ത് പോയി. എന്നിട്ട് ആ അടുത്തുള്ള ആൾ അത് പിടിച്ചതുകൊണ്ട് ആ 50 കിലോ താഴെ വീഴാതിരുന്നു. ശരിക്കും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. പക്ഷേ അടുത്ത ചാക്ക് മുതൽ ഞാൻ റെഡി ആയിട്ടോ പഠിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുടെ കൂടെ തന്നെ നിന്ന് ഒരു 3-4 ചാക്ക് അരിയൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് ആ ഒരു എന്താ പറയുക, ഈ ചാക്കിൻ്റെ മണം, പുഴുങ്ങിയ അരിയുടെ മണം, പുഴുങ്ങിയ നെല്ലിൻ്റെ മണം, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റൈസ് മില്ലിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്. ഐ വാസ് സോ ഹാപ്പി. ശരിക്കും ആ ഒരു ഫീലിംഗ് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ഇങ്ങനെയാണ് അവർ പല സ്ഥലങ്ങളിലേക്കും നമ്മൾക്ക് കിട്ടുന്ന പാലക്കാടൻ മട്ട തൊട്ട് ഇഡലി അരി തൊട്ട് പച്ചരി തൊട്ട് പുഴുങ്ങലരി തൊട്ട് എല്ലാം പാക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ മറക്കാതെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവിടെയുള്ള പ്രാവുകൾക്ക് മുഴുവൻ നെല്ലിട്ട് കൊടുക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന ഒരു കാര്യം.
ഇങ്ങനെ ബാച്ചായിട്ട് വന്നിട്ട് പ്രാവുകൾ എല്ലാം അവിടെ നിന്ന് കഴിച്ചിട്ട് പോകുന്ന കാഴ്ച വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പാലക്കാടൻ വിശേഷങ്ങളിൽ ഇന്ന് ഞാൻ കാണിച്ചു തന്നത് ഗായത്രി റൈസ് മില്ലാണ്. പാലക്കാടൻ മട്ടയരി എന്ന് നമ്മൾ പറഞ്ഞ് കഴിക്കുന്ന ആ മട്ടയരി എങ്ങനെയാണ് പ്രോസസ്സിലൂടെ നമ്മുടെ കയ്യിലെത്തുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. വീണ്ടും നമുക്ക് കാണാം പുതിയൊരു വീഡിയോയുമായി. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.